ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്റ്റുഡിയോ ലൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സ് അങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ കാണിച്ചു തരാനാണ്. അതായത് നമ്മൾ ജസ്റ്റ് കുറച്ച് തെർമാക്കോളും പിന്നെ ഒരു ചെറിയൊരു LED ബൾബ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോ ലൈറ്റ് പോലെ ഒരു ചെറിയൊരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് രാത്രിയൊക്കെ യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിച്ച് രാത്രി വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ മിക്കവാറും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പകലാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് രാത്രിയും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ന് ഈ ലൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എപ്പോഴും അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ദർമാക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ദർമാക്കോൾ പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയൊരു സോഫ്റ്റ് ബോക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെറിയൊരു പീസ്, ആദ്യം ഒരു സ്ക്വയർ പീസ്, ഇതിൽ നിന്ന് ചെറിയൊരു സ്ക്വയർ പീസ് ഞാൻ ഇപ്പോൾ വെട്ടിയെടുക്കും. അതിനുശേഷം അതിൻ്റെ നടുവിൽ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ലൈറ്റ് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു LED ബൾബാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോൾഡറും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വയറും ഉണ്ട്. പിന്നെ അതിൻ്റെ വയറിൻ്റെ അറ്റത്ത് നമ്മളിതുപോലെ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്ലഗ്ഗാണ് ജസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാൻ ഒരു നൈഫും പിന്നെ അതേപോലെ തന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടി പശയും അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് എന്തെങ്കിലും. അപ്പോൾ അത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ സ്ക്വയർ പീസ് ഇതേ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് മാക്കോളിന് ചെറിയൊരു സ്ക്വയർ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ സോഫ്റ്റ് ബോക്സാണ്. ഇതാണ് ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയ സൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് നടുവിൽ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കണം. അതായത് നമുക്ക് ഈ ഒരു ബൾബ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ ചെറിയൊരു ഹോള് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഹോളൊന്ന് സെറ്റാക്കി എടുക്കണം. അതായത് നമ്മളിത് നടുവിലൊരു ഹോൾ സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബൾബ് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ നമുക്കിത് സെറ്റാക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഹോൾഡർ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബൾബ് സെറ്റ് ആവുന്ന രീതിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബൾബ് ജസ്റ്റ് ഫിറ്റ് ആകണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വയ്ക്കാനുള്ള ബാക്കി പീസസുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതായത് നമ്മൾ ഇനി ഉണ്ടാക്കേണ്ടത് ഈ ഒരു ഷേപ്പിലാണ്. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ക്വയർ പീസിൻ്റെ സൈഡിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ആവുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ഷേപ്പുകൾ 4 സൈഡിലേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതായത് നമ്മൾ ഒരു സൈഡിലേക്ക് ഒരു പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 4 പീസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ 4 പീസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ബോക്സ് ഏകദേശം റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ പീസസ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും സെല്ലോ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ നടുവിലെ ഹോളിൽ നമ്മൾ ഇനി ജസ്റ്റ് ബൾബ് ഒന്ന് വെച്ച് നോക്കാൻ പോവാണ്. അതിനുശേഷം ബൾബ് നമുക്കിതിൽ നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ബോക്സ് ഏകദേശം റെഡിയാവും. പിന്നെ നമ്മൾ തെർമാക്കോൾ വെച്ച് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മിക്കവാറും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ കാർഡ്ബോർഡ് വെച്ചാണ് മിക്കവാറും സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാറ്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സിൽവറിൻ്റെ ഫോയിൽ വെക്കേണ്ടി വരും നമുക്ക് റിഫ്ലക്ഷൻ കിട്ടാൻ. അപ്പോൾ തെർമോക്കോളാകുമ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉള്ളിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബൾബ് വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ളിൽ ബൾബ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിൽ ബൾബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് കണക്ട് ചെയ്ത് ഓണാക്കുമ്പോൾ ഉള്ളിൽ നല്ല രീതിയിൽ ലൈറ്റ് വരും. അപ്പോൾ എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്ന ഒരു സോഫ്റ്റ് ബോക്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ബൾബിൻ്റെ ഹോൾഡറിൽ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വൈറ്റ് തെർമാക്കോൾ ആയതുകൊണ്ട് നല്ല രീതിയിൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിട്ടിട്ടും ഇതിടാണ്ടുള്ള വീഡിയോയും ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ലൈറ്റിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഓൺ ചെയ്തപ്പോഴും ഓൺ ചെയ്യാത്തപ്പോഴും ഉള്ള നല്ല രീതിയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഫേസിലൊക്കെ ലൈറ്റ് ഈ ഒരു സോഫ്റ്റ് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഓഫ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടി ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ് ബോക്സ് ഞാൻ ജസ്റ്റ് എൻ്റെ ട്രൈപ്പോഡിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ശരിക്കും നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈപ്പോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി നിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നിങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.